BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സിന്റെ സ്ഥാപനത്തിന്റെ 57ാം വാർഷികത്തോടനുബന്ധിച്ച് സായുധ സേനയുടെ സുപ്രീം കമാൻഡറായ ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് സന്ദർശിച്ചു. സന്ദർശന വേളയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഹിസ് മജസ്റ്റി അഭിനന്ദനങ്ങൾ അറിയിച്ചു. BDFന് നൽകിയ തുടർച്ചയായ പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനും അഭിനന്ദനങ്ങൾ അറിയിച്ചു. BDFനെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്ക് കിരീടാവകാശിയും സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയോട് ഹിസ് മജസ്റ്റി അഭിനന്ദനം അറിയിച്ചു. BDFന്റെ തുടർ മുന്നേറ്റത്തിന് സംഭാവന നൽകിയ BDFന്റെ കമാൻഡർ ഇൻ ചീഫ് ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫയുടെ അർപ്പണബോധത്തോടെയുള്ള പ്രയത്നങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. ബഹ്റൈനിലെ ഖത്തർ അംബാസഡർ സുൽത്താൻ ബിൻ അലി അൽ ഖത്തറിനെ ബഹ്റൈൻ യുവജനകാര്യമന്ത്രി റവാൻ ബിൻ നജീബ് തൗഫീഖിയും കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈനും ഖത്തറും തമ്മിലുള്ള ആഴത്തിലുള്ള സാഹോദര്യ ബന്ധം മന്ത്രി എടുത്തു പറഞ്ഞു. വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് യുവജന കാര്യങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചു. യുവജന മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ യോഗം ചർച്ച ചെയ്യുകയും ഇരു രാജ്യങ്ങളിലെയും യുവാക്കളുടെ കഴിവുകളും പിന്തുണയ്ക്കുന്ന പരിപാടികൾ വികസിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഉഭയകക്ഷി ബന്ധം വളർത്തുന്നതിനും യുവാക്കളുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള മന്ത്രിയുടെ പ്രതിബദ്ധതയെ അംബാസഡർ അൽ ഖത്തർ അറിയിച്ചു. സാംസ്കാരിക പരിപാടികളുടെയും പ്രകടനങ്ങളുടെയും വൈവിധ്യമാർന്ന സാംസ്കാരിക ഉത്സവത്തിന്റെ 19ാം പതിപ്പ് ഫെബ്രുവരി അവസാനം വരെ തുടരും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി കൾച്ചറൽ ഹാളിൽ ഇറ്റാലിയൻ എംബസിയുമായി സഹകരിച്ച് ഇറ്റലിയുടെ സംഗീത പൈതൃകമായ പുഗ്ലിയ മേഖലയിൽ നിന്ന് പ്രദർശിപ്പിച്ച ബ്രീസ് ഓഫ് ടാരന്റ്ല ഉൾപ്പെടെയുള്ള സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചു. ഫ്രഞ്ച് എംബസിയുടെ പങ്കാളിത്തത്തോടെ നാഷണൽ മ്യൂസിയം ഓഫ് ബഹ്റൈനിൽ മിഡിൽ ഈസ്റ്റേൺ സ്വാധീനങ്ങളെ സമകാലിക സംഗീതവുമായി സമന്വയിപ്പിച്ച് ആർട്ടിസ്റ്റ് കിഡ് ഫ്രാൻസഡ് കോളിയുടെ സജീവമായ സംഗീത കച്ചേരി അവതരിപ്പിച്ചു. അതേസമയം റിഫയിൽ ദാർ അൽ റിഫ അൽ സഗീറ ബാൻഡ് ബഹ്റൈന്റെ സമ്പന്നമായ പൈതൃകം ആഘോഷിക്കുന്ന അൽ മജ്ലിസി, അൽ അഷൌരി തുടങ്ങിയ പരമ്പരാഗത ബഹ്റൈൻ കലകളും അവതരിപ്പിച്ചു. കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മ നിലമ്പൂർ പാട്ടുത്സവം വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് BMCയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സിനിമ, സീരിയൽ, കോമഡി രംഗത്തെയും ബഹ്റൈനിലെ പ്രമുഖ കലാകാരന്മാരുടെയും കലാപ്രകടനങ്ങൾ അരങ്ങേറും. ബഹ്റൈനിലെ സാമൂഹിക സംഘടനാ നേതാക്കന്മാരും പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് പ്രസിഡന്റ് അൻവർ നിലമ്പൂർ, സെക്രട്ടറി സുബിൻദാസ്, ട്രഷറർ അനീസ് ബാബു, ജനറൽ കൺവീനർ അദീബ് ചെറുനാലകത്ത്, പ്രോഗ്രാം കൺവീനർ വിജേഷ് ഉണ്ണിരാജൻ എന്നിവർ അറിയിച്ചു. പ്രോഗ്രാമിന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകും. ഇവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ നടത്തുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി എൻ്റെ കുടുംബം എന്ന വിഷയത്തിൽ മലർവാടി ബാലസംഗമം സംഘടിപ്പിച്ചു. ഈസ്റ്റ് റിഫ, ഹാജിയാത്ത് യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടികൾ നിരവധി കുരുന്നുകൾ പങ്കെടുത്തു. ആയിഷ സാലിഖ്, ഷിസ ഫാത്തിമ എന്നിവർ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. ഷാനി സക്കീർ അധ്യക്ഷത വഹിച്ചു. ഫാമിലി ട്രീ നിർമ്മാണം, പ്രസംഗം, ഖണ്ഡിക, എഴുത്ത് എന്നിവയിൽ നിരവധി കുട്ടികൾ മാറ്റുരച്ചു. ഫാമിലി ട്രീ നിർമ്മാണ മത്സരത്തിൽ മെഹസിൻ ഷഫീഖ്, ദുആ മറിയം എന്നിവർ യഥാക്രമം 1ഉം 2ഉം സ്ഥാനവും, ഈമാൻ ജുമൈൽ, ഷെസിൻ മുഹമ്മദ് 3ആം സ്ഥാനവും കരസ്ഥമാക്കി. സബ് ജൂനിയർ വിഭാഗത്തിൽ ലൈഹ സലാഹ്, ഇനായ ഹാരിസ്, മുഹമ്മദ് ഷിയാസ് എന്നിവരും, ജൂനിയർ വിഭാഗത്തിൽ ഇസ്ഹാഖ് സുഹൈൽ, അംറ ഫാത്തിമ, ജിസ ഫാത്തിമ, സഫിയ ഷിയാസ് എന്നിവരും യഥാക്രമം 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഫാത്തിമ സാലിഖ്, സഫിയ സമദ്, സുഹൈൽ റഫീഖ്, സാബിർ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫസൽ റഹ്മാൻ, മൂസ കെ ഹസൻ, ഷിഫ, ഹേന എന്നിവർ മത്സരങ്ങളുടെ വിധികർത്താക്കളായിരുന്നു. യൂനുസ് രാജ് കുട്ടികളുമായി സംവദിച്ചു. വിസ പ്രോസസ്സിനായി VFSനെ സമീപിക്കുന്നവരെ പ്രീമിയം ലോഞ്ച് കൗണ്ടർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്ന VFS നടപടിക്കെതിരെ പ്രവാസി ലീഗൽ സെൽ എല്ലാ രേഖകളും ഉണ്ടെങ്കിലും നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷകൾ നിരസിക്കുന്നതായും കൃത്യമായി പ്രോസസ്സ് ചെയ്യണമെങ്കിൽ പ്രീമിയം ലോഞ്ച് കൗണ്ടർ ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നതായും പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം നൽകിയ നിവേദനത്തിൽ ആരോപിച്ചു. കേരളത്തിലുള്ള വിവിധ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നും ഉപഭോക്തൃ നിയമമനുസരിച്ചും അൺഫെയർ ട്രേഡ് പ്രാക്ടീസായും ഇത് കണക്കാക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് പരിഹാരം
കാണണമെന്നും നിവേദനത്തിലൂടെ പ്രധാനമായി ആവശ്യപ്പെട്ടു. ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് മറ്റും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം കാണുവാനായി VFS നേതൃത്വം ശ്രമിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രവാസി ലീഗൽ സെൽ വക്താവ് സുധീർ തിരുനെല്ലത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ഇരട്ട സീറ്റുള്ള മിറാഷ് 2000 യുദ്ധ വിമാനം മധ്യപ്രദേശിലെ ശിവപുരിക്ക് സമീപം തകർന്നു വീണു. പതിവ് പരിശീലനത്തിനിടെയാണ് സംഭവം. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിച്ചു. അപകട കാരണം കണ്ടെത്താൻ അന്വേഷണ കോടതി ഉത്തരവിട്ടു. ഫ്രാൻസിന്റെ ദസാൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച മൾട്ടി റോൾ ഫെറ്റ് ജെറ്റ് മിറാഷ് 2000 1978 ആദ്യമായി പറന്നത്. ഫ്രഞ്ച് വ്യോമസേന 1984 ഇത് ഉൾപ്പെടുത്തി 600 മിറാഷ് 2000 നിർമ്മിച്ചു. ഇതിൽ 50% ഇന്ത്യ ഉൾപ്പെടെ 8 രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്തതെന്നും ദസോ വെബ്സൈറ്റിൽ പറയുന്നു. കേരളം നിർദ്ദേശിച്ച ഭൂരിപക്ഷം പേരുകളും തള്ളിയാണ് ഇത്തവണയും പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. KS ചിത്രയ്ക്ക് പത്മവിഭൂഷണം, മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രൊഫസർ MK സാനുവിന് പത്മശ്രീയും നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ ശുപാർശ. റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരളം നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിപക്ഷവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെന്നും തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന രേഖകൾ. സംസ്ഥാന സർക്കാർ ശുപാർശ പ്രകാരം എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണം, ഒളിമ്പിക് PR ശ്രീജേഷിന് പത്മഭൂഷണം മാത്രമാണ് നൽകിയത്. സംസ്ഥാന സർക്കാർ നൽകിയ 20 അംഗ പട്ടികയിൽ ഇടം പിടിക്കാത്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ നൽകി. മലയാളി ഫുട്ബോൾ താരം IM വിജയൻ, കലാകാരി ഓമനക്കുട്ടിയമ്മ എന്നിവർക്കും പത്മശ്രീ നൽകി. കേരളം നൽകിയ പട്ടികയിൽ KS ചിത്രയ്ക്ക് പത്മവിഭൂഷണം, മമ്മൂട്ടിക്കും എഴുത്തുകാരൻ T പത്മനാഭനും പത്മഭൂഷണം നൽകണമെന്നായിരുന്നു ശുപാർശ. ഇത് പൂർണ്ണമായും കേന്ദ്രം തടഞ്ഞു. പാറശാല ഷാരോൺ വധക്കേസിൽ 3-ാം പ്രതി നിർമ്മല കുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ചു. തെളിവ് നശിപ്പിച്ചുവെന്ന കുറ്റത്തിന് നൽകിയ 3 വർഷം ശിക്ഷാവിധിയാണ് മരവിപ്പിച്ചത്. നിർമ്മല കുമാരൻ നായർക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. 1-ാം പ്രതി ഗ്രീഷ്മയെ അമ്മാവനായ നിർമ്മല കുമാരൻ നായർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ അപ്പീലിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയുടെ നോട്ടീസ് നൽകി. തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നാണ് ഗ്രീഷ്മയുടെ പ്രധാന വാദം. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിചാരണ നടത്താനുള്ള അധികാരമില്ല. വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. ജ്യൂസിൽ പാരസെറ്റമോൾ മിക്സ് ചെയ്തുവെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ലെന്നും ഗ്രീഷ്മ ആരോപിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.